നമസ്കാരം. ശരിക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണോ പ്രതി, അതോ വിദ്യാഭ്യാസ വകുപ്പും ശിവൻകുട്ടിയാണോ? ആരാണ് പ്രതിയായാലും നമ്മൾ ധാരാളം സർവീസ് മാറ്ററുകൾ ഇതിനകത്ത് ചെയ്യുമ്പോൾ സർവീസിൽ കയറാൻ കഴിയാത്തവരുടെ ദുഃഖകഥയാണ് ഇന്ന് പറയുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സമരം കണ്ടു. സാധാരണ സെക്രട്ടേറിയറ്റ് നടയിലും കളക്ടറേറ്റ് നടയിലുമൊക്കെയാണ് അധികാരി വർഗത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടി സമരം ചെയ്യുന്നത്. ഇത് കോഴിക്കോട് കടപ്പുറത്ത് 70ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവർ, അവർ 1ാം റാങ്ക് കിട്ടിയവർ മുതൽ തുടർന്ന് അങ്ങോട്ടുണ്ട് 70 പേർ പ്രതീകാത്മകമായി കടലിൽ റാങ്ക് ലിസ്റ്റ് ഒഴുക്കുന്ന കാഴ്ച അതിഭീകരമാണ്, ഭയാനകമാണ്. ഇവിടെ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് നടന്നു 2 ദിവസം മുമ്പ്. എന്തൊരു തള്ളിമറിച്ചിലായിരുന്നു. ഇടത് സഹാക്കളെല്ലാം കൂടി കേരളത്തെ ഇപ്പോൾ തൊഴിലില്ലാത്ത നാട്ടാക്കി മാറ്റും. ഇത് 2ാമത്തെ റാങ്ക് ലിസ്റ്റ്, 2 അല്ല എത്രയോ റാങ്ക് ലിസ്റ്റുകൾ. ഇതിപ്പോൾ LP സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ടീച്ചേഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പോയിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ 600 പേർ മെയിൻ ലിസ്റ്റിലും 10-600 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമുണ്ട്. 10,200 പേർ. അത്രയും പേർക്ക് ജോലി കിട്ടത്തില്ല. എങ്കിൽ പോലും വലിയൊരു വിഭാഗം അധ്യാപകർക്ക് കിട്ടേണ്ട ജോലിയാണ് 9 മാസമായിട്ടും ഒരാളെപ്പോലും അപ്പോയിൻ്റ് ചെയ്യാതെ ലിസ്റ്റും പൂഴ്ത്തി വച്ചിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഡെയിലി വേജസിനും കരാർ അടിസ്ഥാനത്തിലുമൊക്കെ ആവശ്യം പോലെ ബാക്ക് ഡോർ എൻട്രികൾ നടക്കുന്നുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വിധി വൈപരീത്യം. ഒരു വശത്ത് ടെസ്റ്റ് നടത്തുക, അതിൽ നിന്ന് ഒരാളെപ്പോലും എടുക്കാതിരിക്കുക, മറുവശത്ത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളുകളെ കുത്തിത്തിരിക്കി കയറ്റി വയ്ക്കുക. അത് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, മിനിമം ക്വാളിഫിക്കേഷനാണോ, അല്ല അങ്ങനെ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. ഒരു മിനിമം പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കയറ്റി വയ്ക്കും. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇതിനു മുമ്പാണ് റാഷിദ എന്നൊരു പെൺകുട്ടി, മുസ്ലിം നാമധാരി, ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ 1ാം സ്ഥാനം റാങ്കിലെത്തിയതിനു ശേഷം ഒരാളെയും പോസ്റ്റ് ചെയ്യാതെ ആ ലിസ്റ്റ് 23-ൽ വന്ന ലിസ്റ്റ് 26-ൽ ക്യാൻസൽ ചെയ്തതിൻ്റെ ഭാഗമായി വലിയ വിവാദം കേരളത്തിലുണ്ടായത്. എന്തിനാണ് PSC? ശരിക്കും പറഞ്ഞാൽ 3-3.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ PSCയെ നോക്കുകുത്തിയാക്കി നിർത്താനാണെങ്കിൽ ഈ PSC പിരിച്ചുവിടേണ്ടതാണ്. അല്ലെങ്കിലും വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ ഇങ്ങനെ ഒരു PSCയുടെ ആവശ്യമില്ല. അതാത് ജില്ലാതലങ്ങളിൽ പരീക്ഷകൾ നടത്തി ജില്ലാതലങ്ങളിൽ ആവശ്യമുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പട്ടത്തൊരു വലിയ ഓഫീസും വലിയ സന്നാഹവും കുറേ PSC മെമ്പർമാരും, അതെല്ലാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്, മുഴുവൻ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ്. അങ്ങനെ കുറേ ഇപ്പോൾ ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി, അതുപോലെ തന്നെ CPIയുടെ സർവീസ് സംഘടനയുടെ ആളുകൾ, CPMൻ്റെ സർവീസ് സംഘടനയുടെ ആളുകൾ, അതുപോലെ തന്നെ വളരെ എല്ലാം കറക്റ്റായിട്ടുള്ള അക്കാഡമിഷ്യന്മാരൊന്നും അല്ല PSC മെമ്പർമാരായിട്ട് വരുന്നത്. മിനിമം ക്വാളിഫിക്കേഷൻ പോലും PSCയിൽ വരണത് എന്ത്, ഒരാൾ PSC മെമ്പർ ആവണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്ത് എന്ന് പറയുന്നില്ല. ഉണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ഉണ്ടെങ്കിൽ പോലും ഏറ്റവും മിനിമം ഉള്ള ആളുകളെയാണ് അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം? അത് കഴിയുന്നത് വേഗം പിരിച്ചുവിടണം. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരവരുടെ ലെവലിൽ പരീക്ഷ നടത്തി ആവശ്യമുള്ള ആളുകളെ എടുക്കുക. ഇതുപോലെ വലിയ റാങ്ക് ലിസ്റ്റുമൊക്കെ ഇട്ട് വലിയ ബഹളം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ആവശ്യമുള്ള ലിസ്റ്റ് ഇടുക, അതിനനുസരിച്ച് ആളുകൾ എടുത്തു പോവുക. ജില്ലാതലത്തിലോ പ്രാദേശിക തലത്തിലോ ടെസ്റ്റുകളൊക്കെ നടത്തി ഇങ്ങനെ വലിയ വിപുലമായ സന്നാഹത്തിലൂടെയുള്ള ടെസ്റ്റും പരിപാടികളൊക്കെ നടത്തി മനുഷ്യനെ ഭ്രാന്താക്കുന്ന പരിപാടി യാതൊരു കാര്യവുമില്ല. ഈ PSC ടെസ്റ്റ് നടത്തി ഇൻ്റർവ്യൂ ലിസ്റ്റ് ഇട്ടതിന് ശേഷം ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും എടുക്കാതെ ലിസ്റ്റുകൾ ക്യാൻസലായി പോകുന്നത് ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് കേരളത്തിൽ മാത്രമേ കാണുകയുള്ളൂ. എല്ലാറ്റിനും നമ്മൾ മാതൃകയാണല്ലോ. നമ്മുടെ PSCയും മനോഹരമായൊരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ബിഗ് സല്യൂട്ട്.